ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എഗെയിൻ ഒരു വ്ളോഗാണ്. ഈ വ്ളോഗ് പറയുമ്പോൾ റാൻഡം വ്ളോഗാണ്. ഷോപ്പിംഗ് ഉണ്ട്, അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, നമ്മുടെ ഹൗസ് വാമിങ് റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള വ്ളോഗാണ്. അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വ്ളോഗാണ്. ഇതിനു മുമ്പേ 2 ഹോൾ വീഡിയോസും പിന്നെ ഒരു ഷോപ്പിംഗ് വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം ആൻഡ് ലൈക്കൊക്കെ ചെയ്യാം. സോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രോസറി ഷോപ്പിങ്ങിന് പോയപ്പോഴുള്ള കാര്യങ്ങളാണ്. ഗ്രോസറി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഹൗസ് വാമിങ്ങിന് നമ്മൾ A to Z കാര്യങ്ങൾ വാങ്ങിക്കാനുണ്ടാവുമല്ലോ ഒരു വീട്ടിലേക്കുള്ള. അപ്പം ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിട്ട് ഞങ്ങൾ നാട്ടിൽ നിന്നുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കുറേ ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. ഉമ്മ ലിസ്റ്റൊക്കെ ആക്കി വന്നതാണ് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, കുറച്ച് അധികം തന്നെ ലേറ്റ് ആയിട്ടുണ്ട് എന്നറിയാം. അത് കാരണം എനിക്കിത് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഇത് കിട്ടില്ല, ടൈം കിട്ടില്ല. മാത്രമല്ല സ്റ്റോറേജ് ഇല്ല ഫോണിൽ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് ലേറ്റ് ആയത് ഈ ഒരു വീഡിയോ വരാനായിട്ട്. വീഡിയോ കുറേ മുമ്പ് ഈ ഹൗസ് വാമിങ്ങിൻ്റെ ഒക്കെ കുറേ മുമ്പ് തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഷോപ്പിംഗ് എന്ന് പറയുന്നത്. ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഗ്രോസറി ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു മെൻ്റൽ തെറാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉമ്മ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ഉമ്മൻ്റെ കൂടെ വന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് ഷോപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നട്ട്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു ഷോപ്പിലേക്ക് പോയി. നട്ട്സും ചോക്ലേറ്റ്സൊക്കെ ഉള്ള ഷോപ്പിൽ പോയി ജാറിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സൊക്കെ വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തിയിട്ട് കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത് ഫില്ല് ചെയ്യാണ്. കുറച്ച് ഗ്രെയിൻസൊക്കെ ഫുള്ളായിട്ട് ചെയ്യാൻ എന്തായാലും അപ്പോൾ പറ്റില്ല. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കും പോവും. അപ്പോൾ കുറച്ചൊക്കെ അപ്പം തന്നെ ചെയ്ത് ബാക്കിയൊക്കെ ഉമ്മ പിന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടോ. ജസ്റ്റ് വാങ്ങിച്ച സാധനത്തിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് അപ്പം തന്നെ ഫില്ല് ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു കണ്ടെയ്നർ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് ഇതിൽ ഗ്രെയിൻസൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു ദിവസം ഞങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ടൗണിൽ പോയതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഫ്രിഡ്ജാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് നോക്കാനും എൻ്റെ കാര്യങ്ങൾ അറിയാനൊക്കെ വേണ്ടിയിട്ട് പോയതായിരുന്നു. പിന്നെ അന്ന് രാത്രി തന്നെ കുഷ്യൻസ് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. അതിൻ്റെ കവറിൽ ഇട്ട് വെക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ബ്രൗൺ ബേജ് കവറും കുഷ്യനൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. നമുക്ക് സോഫയിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള കുഷ്യനാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കണ്ടെയ്നേഴ്സൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ കാർഡ്ബോർഡ് ബോക്സിലാക്കി വെച്ചതാണ്, സേഫായിട്ട് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പൊട്ടുന്ന ഗ്ലാസിൻ്റെ ജാറുകളോ അല്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തു. പിന്നെ ഇത് ലാവൻഡറിൻ്റെ ഒരു ഡിഫ്യൂസറാണ്. നമുക്ക് എവിടെയെങ്കിലും ഡെക്കർ പീസായിട്ടും പിന്നെ വീടിന് നല്ലൊരു സ്മെല്ല് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. പക്ഷേ ഇതിങ്ങനെ ഈ ഒരു പാക്കേജ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതിന് 600 രൂപയാണ് ഈ ഒരു സംഭവത്തിന്. ഇതും അങ്ങോട്ട് കൊണ്ടുപോകാനുള്ളത് തന്നെയാണ്. പക്ഷേ എനിക്കിത് അൺബോക്സ് ചെയ്യാൻ ഭയങ്കര എന്തൊരു ആകാംക്ഷ, ഒരു കൗതുകം, എന്തോ ഒരു മാതിരി. അപ്പം ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ടോ. നല്ലൊരു കളറാണ്, ഒരു ബേജ് കളറ്, നല്ല പാക്കേജിങ് ആണ്, അടിപൊളി പാക്കേജിങ്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ ഒരു എസെൻഷ്യൽ ഓയിലും ഉണ്ട്, ലാവൻഡറിൻ്റെതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചേട്ടോ. പിന്നെ ഇതിപ്പോൾ അങ്ങോട്ട് പോകുന്ന ദിവസമാണ്. സാധനങ്ങളൊക്കെ ഡൈനിങ് ഹാളിൽ നിരത്തി വെച്ചതാണ്. ഓരോന്നോരോ ചാക്കിലും കവറിലും ബോക്സിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഗുഡ്സിലാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഗുഡ്സ് വന്നിട്ട് ഇതൊക്കെ അതിൽ കയറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇതിൽ നിറച്ചിട്ടുണ്ട്. ഇതിനി അവിടെ എത്തിയിട്ട് നമുക്ക് തിരിച്ചിറക്കിയിട്ട് അവിടെ ഒക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ ഉണ്ട്. അങ്ങനെ മൊത്തം സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കിച്ചണിൽ ഇപ്പോൾ നിറച്ചിട്ടതാണ്. ഫർണിച്ചർ ഇറക്കുന്നതും ഈ ഒരു സമയത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓർഗനൈസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാ കിച്ചണിൽ നിറഞ്ഞെടുക്കുകയാണ്. അവിടെയൊക്കെ ഫർണിച്ചർ ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരും അതൊക്കെ അതിൻ്റെ പണി നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറേ രാത്രിയായാണ് ഞങ്ങൾ ഓർഗനൈസൊക്കെ ചെയ്തത് കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജ് അങ്ങോട്ട് കയറ്റുകയാണ്. അപ്പം വീടൊക്കെ ഓൾറെഡി ഹൗസ് വാമിങ്ങിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫർണിച്ചറൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് ഓർഗനൈസ് ചെയ്ത് വെക്കാനാണുള്ളത്.
അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സമയമില്ലാത്തതുകൊണ്ട് തന്നെ അതും കൂടെ വീഡിയോ കൂടെ നോക്കാനുള്ളൊരു ഇത് കിട്ടിയില്ല. അപ്പോൾ കുറേയൊക്കെ ഞങ്ങളിങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഈ കട്ട്ലറീസൊക്കെ ഈ ഒരു ട്രേയിൽ ഞാനിങ്ങനെ മാറ്റി മറിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് സെറ്റാവാത്ത പോലെ തോന്നിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ടൈം അതിന് വേണ്ടിയിട്ട് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കിച്ചൺ ഒരുവിധം ഓർഗനൈസ് ചെയ്ത ശേഷം സോഫേൻ്റെ കുഷ്യനൊക്കെ കവർ ഇട്ട് വെക്കുകയെന്ന്. ഇതൊക്കെ പിന്നെ ഓരോ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഒഴിച്ചപ്പോഴുള്ള കുറേ ബോക്സുകളാണ്, വേസ്റ്റുകളാണ്. ഇതൊക്കെ ഒരുപാട് ബോക്സുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഓർഗനൈസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്, അത് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ ഇവിടെ വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഒരു റാൻഡം വ്ളോഗാണ്, അത്ര പെർഫെക്റ്റ് ആയിട്ടുണ്ടാവില്ല. എനിക്ക് വ്ളോഗ് എടുക്കുന്നത് അത്ര ഇഷ്ടമല്ല, എനിക്കത്ര അറിയേയില്ല. എനിവേസ് ഈ ഒരു വീഡിയോ ആർക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് അറിയില്ല, എങ്കിലും ഈ ഹൗസ് വാമിങ്ങിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട്, മേ ബി. എനിവേസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.